അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ PSC പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യോഗ്യത ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോൾ ഏത് തസ്തികയ്ക്കാണോ അപേക്ഷ സമർപ്പിക്കുന്നത്, ഏത് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചാലും പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ അപേക്ഷിച്ച് പരീക്ഷ എഴുതി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്ന് ഒന്നാം റാങ്ക് ആണെങ്കിൽ പോലും നമ്മളെ റിജക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് പറയാൻ കാരണം പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ കൃത്യമായിട്ടുള്ള യോഗ്യത ഇല്ലാതെ തുല്യതാ യോഗ്യത വെച്ച് അപേക്ഷിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അങ്ങനെ അപേക്ഷിച്ചതിന് ശേഷം പിന്നീട് നോട്ടിഫിക്കേഷൻ കാലാവധി കഴിഞ്ഞ് നമ്മൾ പ്രസ്തുത യോഗ്യത നേടിയെടുക്കാം എന്നുള്ള തെറ്റായ ധാരണ, അതായത് മിഥ്യാധാരണയോടുകൂടി അപേക്ഷ സമർപ്പിക്കുകയും പിന്നീട് യോഗ്യത നേടിയെടുക്കുകയും പരീക്ഷ എഴുതുകയും റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ചെല്ലുമ്പോഴാണ് അറിയുന്നത് തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രോപ്പർ യോഗ്യത ഉള്ളവരല്ല അപേക്ഷ സമർപ്പിച്ചതെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവരെ PSC റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി വേണം അപേക്ഷ സമർപ്പിക്കാൻ. ഇപ്പോൾ ധാരാളം നോട്ടിഫിക്കേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനിയും മുമ്പോട്ട് നോട്ടിഫിക്കേഷനൊക്കെ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഓരോ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്തും തങ്ങൾ യോഗ്യരാണോ എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും കർശനമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം ആണ് ഒരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്, നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് PSC നൽകുന്നത്. ആ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ യോഗ്യരായിരിക്കണം. അതായത് നമ്മുടെ കൈവശം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ, സർട്ടിഫിക്കറ്റ് വരാനിരിക്കുന്ന ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നീട് ചില യോഗ്യതകൾ നേടാമെന്നുള്ള തെറ്റായ ധാരണയിൽ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, എല്ലാവർക്കും ഇത് ബാധകമാണ്. ഒരു കാരണവശാലും അങ്ങനെയുള്ളവർ അപേക്ഷ സമർപ്പിക്കാൻ, PSC പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഒരു കാരണവശാലും യോഗ്യരല്ല. നമ്മുടെ കൈവശം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. PSC പറയുന്ന യോഗ്യത എന്താണോ പ്രസ്തുത യോഗ്യത നമ്മുടെ കൈവശം നേടിയിരിക്കണം, അല്ലെങ്കിൽ പ്രസ്തുത യോഗ്യതയെ സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ തുല്യത വെച്ച് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, അവർക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ്, അതായത് ഇക്വലൈസേഷൻ സർട്ടിഫിക്കറ്റ് PSC ആവശ്യപ്പെടുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥിയും ബാധ്യസ്ഥരാണ്. തുല്യത എന്ന് പറയുന്ന PSC പറയുന്ന യോഗ്യത എന്താണോ പ്രസ്തുത യോഗ്യതയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ച കോഴ്സിനകത്ത് ഉണ്ടായാൽ മാത്രമേ അത് ഇക്വലൈസേഷൻ ആവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് PSC ചിലപ്പോൾ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയും. അങ്ങനെ ഹാജരാക്കുന്ന അവസരത്തിൽ അത് PSC അംഗീകരിക്കുന്ന രീതിയിൽ ആയിരിക്കണം. അല്ലാത്ത പക്ഷം അവിടെയും റിജക്ഷൻ ഉണ്ടാവും. ഓരോ ഉദ്യോഗാർത്ഥികളും തങ്ങൾ ഓരോ തസ്തികകൾക്കും യോഗ്യരാണോ എന്ന് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അതിനുശേഷം അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പരീക്ഷ എഴുതുന്നതിന് യാതൊരു തടസ്സമില്ല. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിയുമ്പോഴാണ് പിന്നീട് അറിയുന്നത് തങ്ങൾ കൃത്യമായിട്ടുള്ള യോഗ്യത ഇല്ലാത്തവരായിരുന്നു. അപ്പോൾ വിളിച്ചു പോയിക്കൊണ്ട്, സാറേ ഞാൻ ഇനി അങ്ങോട്ട് യോഗ്യത നേടിയാൽ മതിയാവുമോ, അല്ലെങ്കിൽ എനിക്ക് ഇനി അങ്ങോട്ട്, അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഞാൻ ഇനി പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതിയല്ലോ, ഇനി ഇതിനു വേണ്ടിയിട്ട് സമയമുണ്ടല്ലോ, പരീക്ഷയ്ക്ക് വേണ്ടി സമയമുണ്ടല്ലോ. അതല്ല, അത് തെറ്റായ ധാരണയാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയത്ത് നമ്മൾ യോഗ്യരായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈവശം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. യോഗ്യത എന്ന് പറയുന്നത്, യോഗ്യത നേടുന്നത് എങ്ങനെയാണ്? സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ യോഗ്യരാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ യോഗ്യരായിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ യോഗ്യത ഇല്ലാത്തവരാണ്, ഇൻവാലിഡ് ആപ്ലിക്കേഷൻ ആണ്. അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ PSC റാങ്ക് ലിസ്റ്റിൽ വരുന്ന അവസരത്തിൽ PSC സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റും PSC നോട്ടിഫിക്കേഷൻ ഡേറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന അവസരത്തിൽ
അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ നോട്ടിഫിക്കേഷൻ കാലാവധി കഴിഞ്ഞാണ് യോഗ്യത നേടിയിട്ടുള്ളത് എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ റിജക്റ്റ് ചെയ്യും. നമുക്ക് 1ാം റാങ്ക് ആണെങ്കിൽ പോലും നമ്മളെ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഏത് തസ്തികയിലായിക്കോട്ടെ, ഏത് തസ്തികയിലാണെങ്കിലും നമ്മൾക്ക് അപേക്ഷിക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ പറയുന്ന ഒരു കാര്യവും PSC അംഗീകരിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയുന്ന എന്ത് കാര്യമാണ് നമുക്ക് സത്യസന്ധമായിട്ടുള്ളത്, അതായത് നമ്മൾ യോഗ്യത നേടിയവരായിരിക്കണം, അല്ലെങ്കിൽ യോഗ്യത ഉള്ളവരായിരിക്കണം, അല്ലെങ്കിൽ യോഗ്യത ഉണ്ടായിരുന്നു എന്ന് പറയാൻ തെളിയിക്കാനുള്ള രേഖകൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾ അപേക്ഷിച്ച കാര്യങ്ങൾ നമ്മളെ മുമ്പോട്ട് പോകാൻ PSC അനുവദിക്കും. അല്ലാത്ത പക്ഷം നമ്മളെ അവിടെ വെച്ച് തന്നെ നമ്മളെ പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും നമ്മൾ അപേക്ഷിക്കുന്ന അവസരത്തിൽ തങ്ങൾ കൃത്യമായിട്ട് PSC പരീക്ഷ എഴുതാൻ യോഗ്യരാണോ, അല്ലെങ്കിൽ തങ്ങൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ഓരോ തസ്തികയും കാണുമ്പോൾ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ധാരാളം തസ്തികകൾ കാണും. നമ്മൾ ആവേശത്തോടു കൂടി യോഗ്യത ഇല്ലെങ്കിൽ പോലും നമ്മൾ തുല്യതയൊക്കെ വെച്ച് പല ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലരും എന്നോട് അത് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഞാൻ അവരോട് പറയാറുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ പിന്നീട് പരീക്ഷ എഴുതിയാൽ പോലും ലിസ്റ്റിൽ വന്നാൽ പോലും നമ്മളെ റിജക്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് വളരെയധികം വിഷമത്തിനിടയാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് PSC പരീക്ഷയാണ്. ഇത് ഗവൺമെന്റ് സർവീസിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. അപ്പോൾ നമ്മൾ ഗവൺമെന്റ് സർവീസിൽ കയറുന്ന അവസരത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള യോഗ്യത അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ നേടിയിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത, പുറത്താക്കാനുള്ള സാധ്യത 99% ഉണ്ട്. 100% നമ്മൾ പുറത്താക്കും. അതിന് യാതൊരുവിധ മാനദണ്ഡങ്ങളും ബാധകമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ യോഗ്യരായിരിക്കണം, യോഗ്യത നേടിയിരിക്കണം, സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടെങ്കിൽ മാത്രം അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.